നോക്കൂ, എനിക്കിന്ന് വളരെ വേദനാജനകമായിട്ടുള്ള ഭയങ്കര സങ്കടമുള്ള ഒരു അനുഭവം ഉണ്ടായി. രണ്ട് കുട്ടികൾ, ഒരു 6ലോ 7ലോ പഠിക്കുന്ന രണ്ട് കുട്ടികൾ തമ്മില് ഭയങ്കരമായിട്ട് റോഡിൽ കിടന്ന് അടി കൂടുമ്പോൾ ഞാൻ അതിൽ ചെന്നിടപെട്ടു. ഒരുത്തനെ മുടി പിടിച്ച് റോഡിലേക്ക് ചായച്ച് മുഖം റോഡിൽ തെല്ലി വെച്ചിരുന്നെങ്കിൽ അവൻ ആ മുഖമിട്ട് ഉരത്തിയനെ. അത്രയും അപകടകരമായിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് ഞാൻ ആ സമയത്താണ് അവിടെ എത്തുന്നത്. അവരോട് ഞാനത് ചോദിച്ചപ്പോ അവരെന്നോട് ചോദിച്ചത്, നിങ്ങൾ ആരാണ് ഇത് ചോദിക്കാൻ? നിങ്ങൾ എന്തിനാ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത്? നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിപ്പോന്നാണ് അവരെന്നോട് പറഞ്ഞു. അതിലൊരുത്തൻ, എനിക്ക് അതല്ല സങ്കടം. ഇത്രയും അപകടഘട്ടത്തിൽ നിൽക്കുന്ന ആ കുട്ടികളെ പിടിച്ചു മാറ്റാൻ പോയപ്പോഴാണ് എന്നോട് അവരത് ചോദിച്ചത്. ഞാൻ അവരെ വീണ്ടും ചീത്ത പറഞ്ഞ് അവരെ ഞാൻ ഇവിടുന്ന് ഒഴിവാക്കി വിട്ടെങ്കിൽ കൂടിയും അവരൊരിക്കലും തന്നെ എന്റെ വാക്കുകൾ കേൾക്കാനോ എന്നെ അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഞാൻ ഇവരോട് എന്തോ ദ്രോഹം ചെയ്യുന്ന ഒരു മനോഭാവമായിരുന്നു ആ കുട്ടികൾക്ക് എന്നോടുണ്ടായിരുന്നത്. ഞാൻ ആലോചിക്കുന്നത്, നമ്മുടെ മക്കൾക്ക് നമ്മുടെ വീട്ടിലെ മുതിർന്ന സ്ത്രീയുടെ, അവന്റെ വീട്ടിലൊരു മുതിർന്ന സ്ത്രീയുടെ പ്രായം എനിക്കുണ്ടാവും. അവന്റെ ഉമ്മാന്റെയോ അല്ലെങ്കിൽ അവന്റെ സിസ്റ്ററുടെയോ മറ്റാരുടെയെങ്കിലും അവന്റെ വീട്ടിൽ മുതിർന്ന ഒരു സ്ത്രീയുടെ പ്രായം എനിക്കുണ്ടാവും. അത്തരത്തിലുള്ള ഒരു സ്ത്രീയോട് നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്തിനാ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത്, നിങ്ങളുടെ പണി നോക്കിപ്പോ എന്ന് പറയാനുള്ള ഒരു മാനസികാവസ്ഥ ആ കുട്ടിക്ക് എവിടെ നിന്ന് കിട്ടി? ആ ഒരു മെന്റാലിറ്റി അതെങ്ങനെയാണ് അവനിൽ ഉണ്ടായത്? നമ്മള് പാരന്റ്സ് ആണ് അതിന് ഏറ്റവും വലിയ ഉത്തരവാദികള്. കാരണം നമ്മുടെ മക്കളില് മറ്റാർക്കും അധികാരമില്ല. നമ്മുടെ മക്കളെ ശിക്ഷിക്കാനോ അവരെ ശാസിക്കാനോ അവരെ തിരുത്താനോ നാട്ടിലുള്ളവർക്ക് ഒന്നും അധികാരമില്ല. ആർക്കും ഒരു റൈറ്റും ഇല്ല. നമ്മൾ മാത്രം മതി എന്നുള്ള മനോഭാവത്തില് നമ്മള് പല സമയത്ത് പല സാഹചര്യങ്ങളിൽ സംസാരിച്ചിട്ടുണ്ടാവും നമ്മുടെ വീട്ടിലിരുന്നിട്ട്. ഇതാണ് അവര് കേൾക്കുന്നത്. അവരും മനസ്സിൽ വെക്കുന്നത്, എന്റെ അയൽവാസിക്കോ അല്ലെങ്കിൽ എന്റെ നാട്ടിലുള്ള ആർക്കോ ആർക്കും എന്നെ ചോദ്യം ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. ഇതാണ് അവര് മനസ്സിലാക്കി വെച്ചത്. അത് മനസ്സിലാക്കി ആ ഒരു മൈൻഡിലേക്ക് ആ മക്കളെ എത്തിച്ചതിലെ എല്ലാ ഉത്തരവാദിത്വവും ആ രക്ഷിതാവിനാണ്. കാരണം നമ്മളൊക്കെ ചെറുപ്പത്തില് നമ്മൾ അസമയത്തോ അതല്ലെങ്കിൽ സന്ധ്യ അല്ലാത്ത ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മളെ കണ്ടാല് ശാസിക്കാനും നമ്മളെ വീട്ടിൽ കൊണ്ടുവിടാനും നമ്മളെ വീട്ടുകാരെ വിളിച്ചു വരുത്താനും നമ്മളെ ശിക്ഷിക്കാനുള്ള റൈറ്റ് നമ്മുടെ നാട്ടിലുള്ളവർക്കും നമ്മുടെ അയൽവാസികൾക്കും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നമ്മളൊക്കെ സേഫ് ആയിരുന്നു. നമ്മളൊക്കെ ഒരുപാട് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നത് ഇങ്ങനെയാണ്. നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടാത്ത കുറെ സപ്പോർട്ടുകള് നമ്മുടെ ലൈഫിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നെഗറ്റീവ് എന്ന് തോന്നിയാലും നമ്മുടെ വളർച്ചക്ക് അത് സപ്പോർട്ടീവ് ആയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് നമ്മൾ നമ്മളെ കുട്ടികൾക്കും കൂടി പറഞ്ഞ് അവരുടെ ലൈഫിൽ കൂടെ ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കുമ്പോഴേ അവര് വലിയ വലിയ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ. നമുക്ക് ഒരിക്കലും അവരുടെ പുറകെ ഇങ്ങനെ നടക്കാൻ കഴിയില്ല. ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ നമ്മളെ കുട്ടികളെ മനസ്സിലാക്കി അതിൽ നിന്ന് തിരുത്തുമ്പോൾ അവൻ ആരാ അല്ലെങ്കിൽ അവൾ ആരാ എന്റെ മക്കളെ തിരുത്താൻ, അവൾക്ക് എന്ത് റൈറ്റ് ഉണ്ട്, എന്ത് അധികാരം ഉണ്ട് എന്ന് ചോദിക്കുന്ന പാരന്റ്സ് ആണ് എന്നുള്ളത്. സമൂഹത്തിൽ വളർന്നു വരുന്ന ഒരു തലമുറയ്ക്ക് അല്ലെങ്കിൽ ഒരു തലമുറയെ ശാസിക്കാനും തിരുത്താനും നേർവഴിക്ക് നടത്താനും ആ സമൂഹത്തിലുള്ള ഒട്ടേറെ പേർക്ക് റൈറ്റ് ഉണ്ട്. രക്ഷിതാക്കൾക്ക് മാത്രമല്ല, ചോദ്യം ചെയ്യാനും ശാസിക്കാനും തിരുത്താനുമുള്ള റൈറ്റ് തലമുതിർന്നവർക്കും അയൽവാസികൾക്കും അധ്യാപകർക്കും എല്ലാവർക്കും ഉണ്ട് എന്ന് പറഞ്ഞും തിരുത്തിയും കൊടുത്തു വേണം നമ്മൾ വളർന്ന പോലെ നമ്മുടെ മക്കളെയും വളർത്താൻ. അതല്ല എങ്കിൽ അവർ ചെന്ന് ചാടുന്ന അബദ്ധങ്ങൾ വളരെ വലുതായിരിക്കും. നമ്മൾ ഊഹിക്കാൻ പോലും കഴിയാത്ത മേഖലകളും സാഹചര്യങ്ങളുമാണ് അവരുടെ മുന്നിൽ തുറന്നു കിടക്കുന്നത് എന്ന് രക്ഷിതാക്കൾ മനസ്സിലാക്കുക. ഇതൊരു അഡ്വൈസ് അല്ല, ഇതൊരു ഉപദേശമല്ല. പക്ഷെ നമ്മുടെ മക്കളുടെ സംരക്ഷണം നമ്മളുടെ ഉത്തരവാദിത്വമായി നിലനിൽക്കുകയും അത് നമ്മളെ കടമയായിട്ട് നിലനിൽക്കുകയും ഇതെല്ലാം അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും ആരെങ്കിലും ഇങ്ങനെയൊക്കെ അവരോട് പെരുമാറിയിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോൾ അതിനവർക്ക് പറ്റും, നീ ചെയ്തിട്ടല്ലേ, നിന്റെ ഭാഗത്തല്ലേ തെറ്റ് എന്നുകൂടി അവരെ പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തി വേണം അവരുടെ ലൈഫിനെ ബിൽഡപ്പ് ചെയ്യാൻ.